തുഞ്ചൻ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് തപസ്യ കലാസാഹിത്യവേദി തുഞ്ചൻ പറമ്പിലേക്ക് സാംസ്കാരിക തീർത്ഥയാത്ര നടത്തി. ജ്ഞാനപീഠം പുരസ്കാര ജേതാവ് എസ്.കെ. പൊറ്റക്കാടിന്റെ പുതിയറയിലുള്ള സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച യാത്ര തപസ്യ സ്ഥാപക പ്രസിഡന്റ് പി. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മലയാള സാഹിത്യത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ തിക്കൊടിയന്റെ ഭവനം, കവി ആർ. രാമചന്ദ്രൻ മാസ്റ്ററുടെ വീട്, ദീർഘകാലം കവി കുഞ്ഞുണ്ണി മാസ്റ്റർ താമസിച്ച ശ്രീരാമകൃഷ്ണ മിഷൻ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വയലാലിൽ വീട് എന്നിവ സന്ദർശിച്ച് യാത്രാംഗങ്ങൾ ആദരവർപ്പിച്ചു. തപസ്യയോട് വളരെ വേണ്ടപ്പെട്ട വാത്സല്യം പുലർത്തിയിരുന്ന സാഹിത്യകാരനും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനുമായ എസ്.കെ. പൊറ്റക്കാടിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ സാംസ്കാരിക തീർത്ഥയാത്ര ആരംഭിച്ചത്. തിരൂർ തുഞ്ചൻ പറമ്പ് വരെ 10-15 പേരാകുന്ന സാംസ്കാരിക തീർത്ഥയാത്രാ സംഘം ഇന്നലെ യാത്ര ചെയ്തു. തപസ്യ ജില്ലാ സെക്രട്ടറി അനിൽ പൂനൂർ സ്വാഗതം പറഞ്ഞു. തപസ്യ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വത്സൻ നെല്ലിക്കോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ അനൂപ് കുന്നത്ത് ആശംസ അർപ്പിച്ചു. ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, എസ്.കെ. പൊറ്റക്കാടിന്റെ മകൾ സുമിത്ര, സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, കോഴിക്കോട്.